നമസ്കാരം. അപ്പോ ബിഗ് ബോസ് സീസൺ 6 ജിൻഡോ തീർച്ചയായിട്ടും അദ്ദേഹം ആ ഒരു കപ്പ് കൊണ്ടുവരുന്ന സമയത്ത് നേരിട്ട് കാണാൻ സാധിച്ചില്ല. എന്നാൽ റായൻ എന്ന് പറയുന്ന ആ ഒരു ചിത്രത്തിന്റെ റിലീസിങ്ങിന് റിവ്യൂവിന് വേണ്ടി ചെന്നപ്പോൾ തീർച്ചയായിട്ടും ജിൻഡോനെ നേരിൽ കാണാൻ സാധിച്ചു. എനിക്ക് ചോദിക്കാനുള്ള ഒത്തിരി ക്വസ്റ്റ്യൻസ് ഞാൻ എണ്ണി ചോദിച്ചു. അതിനുള്ള ഉത്തരം ഓരോന്നായി ജിൻഡോ അഴിച്ചു വെച്ചതുപോലെ പറഞ്ഞു തന്നു. അപ്പൊ ജിൻഡോനോട് ഞാൻ ചോദിച്ചു, ഈ പറയുന്ന ഫിറ്റ്നസ് സെന്റർ അല്ലേ ഈ ഒരു ക്ഷമയുടെ ആഴം? ശരിക്കും ഈ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ബിഗ് ബോസ് ഹൗസിനകത്ത് അത്രയധികം ക്ഷമ ഉണ്ടെങ്കിൽ മാത്രമേ വിജയം കൊയ്യാൻ സാധിക്കൂ എന്നുള്ള കാര്യം ജിൻഡോ തന്നെയാണ് നമുക്ക് കാണിച്ചത്. ആ ഒരു ക്വസ്റ്റ്യൻ ആണ് ഞാൻ ചോദിച്ചത്. അപ്പൊ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഇതൊക്കെയാണ്. ശരിക്കും ഒരു ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഹൗസിൽ നിൽക്കാൻ പറ്റിയത് ശരിക്കും ഫിറ്റ്നസ് സെന്ററുമായിട്ട് ഭയങ്കര ബന്ധമുണ്ട്. അതിനെ കുറിച്ച് എന്താണ് പറയാൻ? നമ്മളൊരു ഇവിടെ 100% മനസ്സിലാക്കുക, ഒരു ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്കാരോ അല്ലെങ്കിൽ ഒരു സ്പോർട്സ് ചെയ്യുന്ന അത്ലറ്റ്സ് ചെയ്യുന്ന ആൾക്കാരോ ആരായിരുന്നാലും അവരുടെ മൈൻഡിൽ കൂടുതൽ ക്ഷമിക്കാനുള്ള കഴിവാണ്. എന്താ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവര് ഒരുപാട് തോൽവികൾ ഏറ്റെടുത്തിട്ടാണ് ജയം കണ്ടെത്തിയത്. അല്ലാണ്ട് ഒറ്റയടിക്ക് കയറി അവര് ഇന്റർനാഷണൽ അടിച്ചിട്ടില്ല, അല്ലെങ്കിൽ നാഷണൽ മെഡൽ വന്നിട്ടില്ല. അപ്പൊ അത് അവർക്ക് ഞാനൊക്കെ ഒരുപാട് സ്റ്റേജിൽ കയറിയിട്ട് മെഡൽ ഇല്ലാണ്ടാണ് ഞാൻ ഇറങ്ങിപ്പോയിട്ടുള്ളത്. മെഡൽ കിട്ടിയത് കുറവാണ്. അപ്പൊ മെഡൽ ഇല്ലാണ്ട് ഇറങ്ങി പോകുമ്പോഴും നമുക്ക് മറ്റുള്ളവരോട് ദേഷ്യമോ കാര്യങ്ങളോ തോന്നിയിട്ട് കാര്യമില്ല. അവരെ നമ്മൾ ഷെയ്ക്കാൻ്റെ അവരോട് സംസാരിച്ച് നമ്മൾ പോണത്. അപ്പൊ ആ ഒരു ഫീല് പിന്നെ ഞാൻ ചിന്തിച്ചത് തന്നെ ബിഗ് ബോസിൽ കഴിഞ്ഞ വർഷം ഞാൻ പോകേണ്ട കാരണം വെച്ചാൽ ഞാൻ അത്രയും പ്രിപ്പയർ ആയിരുന്നില്ല. കാരണം ബിഗ് ബോസിൽ ഒരു ചാൻസ് കിട്ടുള്ളൂ. നമുക്ക് ആ ഒരു ചാൻസിൽ നമ്മൾ പിൻ ചെയ്തില്ലെങ്കിൽ ഒന്നും നടക്കില്ല. അപ്പൊ അതിന് വേണ്ടി റെഡിയായി എല്ലാം ഞാൻ എന്റെ മനസ്സുകൊണ്ടും എല്ലാ ക്ലിയർ റെഡിയാക്കിയിട്ടാണ് പോയത്. ഏതൊരു കായിക ഇനമായാലും, ഏതൊരു കലാരൂപമായാലും, ഏതൊരു വ്യക്തിയായാലും ഉയർന്ന നിലയിലെത്തി ആ ഒരു ഉപഹാരം സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പുറകിൽ ഒത്തിരി തോൽവികൾ കാണും എന്നതിനെ കുറിച്ചാണ് ഈ പറയുന്ന ജിൻഡോ തുറന്നു പറഞ്ഞത്. ഞാൻ ഒത്തിരി തോൽവികൾ ഏറ്റെടുത്തൊരു മനുഷ്യനാണ്, അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഒത്തിരി സ്റ്റേജുകളിൽ പെർഫോമൻസുകളിൽ തൊപ്പിയിട്ടൊരു വ്യക്തിയാണ്. അതിനുശേഷമാണ് ഒത്തിരി കടമ്പകൾ കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഒരു ബിഗ് ബോസിൽ 1ാം സ്ഥാനം അടിച്ചതെന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞു. ഞാൻ ഇവിടുന്ന് പോണതിന് മുമ്പ് 4 ചാനലിൽ ഇന്റർവ്യൂ എടുത്തിട്ട് പോയത്. ഞാൻ ബിഗ് ബോസ് അടിച്ചിട്ട് പോലെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത്രയും കോൺഫിഡൻസ് എനിക്കുണ്ടായിരുന്നു. അത് എന്ത് കാര്യത്തിനും നിങ്ങൾ എന്ത് കാര്യത്തിനും പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാ കാര്യവും നമുക്ക് കിട്ടും 100%. എന്റെ അടുത്ത ഒരു ഇതാണ് സിനിമയിലേക്ക് ഇറങ്ങുന്നത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ബിഗ് ബോസിൽ പോയി തന്നെ അതിന് വേണ്ടിയിട്ടാണ്, ഒരു ആക്ടർ ആവണമെന്ന് വെച്ചിട്ടാണ്. അപ്പൊ അത് എന്റെ ലൈഫ് സ്റ്റൈൽ മാറ്റാൻ എനിക്കൊരു ചാൻസ് ആണ്. ഏഷ്യനോടും കാര്യങ്ങളോടും എല്ലാ ടീമിനോടും നന്ദി പറയാം. അപ്പോൾ ജിൻഡോനോട് ഞാനൊരു തിരിഞ്ഞൊരു ചോദ്യം ചോദിച്ചു. ദിവസവും ഫിറ്റ്നസ് സെന്ററിൽ ഒത്തിരി ആളുകൾ വരുമ്പോൾ പല സ്വഭാവങ്ങൾ സ്വീകരിച്ചൊരു വ്യക്തിയല്ലേ ജിൻഡോ? തീർച്ചയായിട്ടും ആ ഒരു സ്വഭാവശൈലി, പല രീതിയിലുള്ള സ്വഭാവശൈലി സ്വീകരിച്ചതിനാൽ മാത്രമാണോ ഈ പറയുന്ന ബിഗ് ബോസ് ഹൗസിലും ക്ഷമയുടെ ആഴം ഉണ്ടായത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ അദ്ദേഹം പറഞ്ഞത്. ഈ ഫിറ്റ്നസ് സെന്ററിൽ ഒത്തിരി ആളുകളെ കണ്ടതുകൊണ്ട് മാത്രമാണോ ഒത്തിരി പേരുടെ ഒരു സ്വഭാവശൈലിയൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടോ? അതെന്താ വെച്ചാൽ ഇപ്പൊ എന്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ കാലടിയിൽ ഒരു ഫിറ്റ്നസ് സെന്റർ എന്ന് പറഞ്ഞാൽ എന്റെ വർഷങ്ങൾ തുടങ്ങിയതാണ്. അത് ഒരു 10,000 അഡ്മിഷൻ ഉണ്ട്. അപ്പൊ ഭയങ്കര ഇട്ടുണ്ട്. അപ്പൊ അത്രയും ആൾക്കാരെ സ്വഭാവ ക്യാരക്ടറുള്ള പല ആൾക്കാരെയും ഞാൻ കാണാണ്, പല രീതിയിൽ കാണാണ്. നിങ്ങൾ ആരുടെ കുറിച്ച് അന്വേഷിക്കുമോ എന്നെ കുറിച്ച് അന്വേഷിക്കാൽ അവർ പറഞ്ഞ കാര്യം കണ്ടെങ്കിൽ മാഷ് പാവാന്ന് പറയുള്ളൂ. എന്നെ അടുത്തറിയുന്നവര് മനസ്സിലായോ? ഞാൻ 100% ശരിയാണെന്ന് നിങ്ങൾ പറയല്ല. 80% ശരിയാണ്, 20% ഞാൻ മോശമാണ്. എല്ലാവരും മോശമാണ് ഈ ലൈഫിൽ, ഈ ലോകത്ത് എല്ലാവരും മോശമാണ്. അപ്പൊ 20% നമ്മൾ തെറ്റുകൾ ചെയ്യും. അത് എല്ലാവരും ചെയ്യുന്ന ആളെയാണ്. ദിവസം എന്താ പറഞ്ഞിട്ടില്ലേ, ഞാൻ തെറി വിളിക്കണോ ചീത്ത വിളിക്കണോ ആണോ പറയണോ? ഞാൻ പറയണ്ട, അവരും പറയുന്നുണ്ട്, എല്ലാവരും പറയുന്നുണ്ട്. കാരണം അത് ലൈഫ് സ്റ്റൈലാണത്. ക്വസ്റ്റ്യൻ ചോദിച്ചു, ബിഗ് ബോസ് ഹൗസിൽ ആ ഒരു സംഭവത്തിന് വേണ്ടി തന്നെ ഒരു ഫൈറ്റിംഗ് ജിൻഡോവുമായിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ആ ഒരു വീഡിയോ ഒരു വൈറൽ വീഡിയോസ് ആയിരുന്നു ആ ഒരു സീനൊക്കെ. കാരണം ഫിറ്റ്നസ് സെന്ററിൽ നീറ്റായിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. ഒരു തരി പോലും വേസ്റ്റ് ഇല്ലാത്ത രീതിയിലാണ് ഈ പറയുന്ന ജിൻഡോന്റെ ഫിറ്റ്നസ് സെന്റർ മുൻപോട്ട് കൊണ്ടുപോകുന്നത്. അതേപോലെ തന്നെയായിരുന്നു ഈ ഒരു ബിഗ് ബോസ് ഹൗസിനകത്ത് ഒരു വേസ്റ്റ് പോലും മറ്റുള്ളവരെ കൊണ്ട് ഇടിയിക്കാതെയുള്ള ഒരു സീനൊക്കെ നമ്മൾ നേരിട്ട് കണ്ടാണ്. അതിനെക്കുറിച്ച് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു. ബിഗ് ബോസ് ഹൗസിനകത്ത് ഒരു നീറ്റ്നെസ് കാണിച്ചിരുന്നു. അത് ശരിക്കും ഒരു ഫിറ്റ്നസിൽ തന്നെ ഉള്ളതല്ലേ? ബിഗ് ബോസ് ഹൗസിന്റെ അകത്ത് നീറ്റ് ആയിട്ട് കിടക്കുന്ന ഒരു കാര്യം അത് ക്ലീൻ ചെയ്തല്ലേ? അത് ക്ലീൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവര് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 1.5 മാസമായിട്ട് അവര് ശരിക്കും പറഞ്ഞാൽ പല ആഴ്ചയിലും പല ക്ലീനിങ് ചെയ്യുന്ന ആൾക്കാരെ അവര് വെച്ചിരുന്നപ്പോഴും അവരെല്ലാവരും കൂടി ക്ലീൻ ചെയ്യും. അതൊരു ഇതാണ്. പക്ഷെ എനിക്കൊരു വർഷം നമ്മളെ ജാനുവിന് ചായ കൊടുക്കാത്ത രീതിയിൽ ഒരു പണിഷ്മെന്റ് കിട്ടിയായിരുന്നു. ഞാൻ 100% ഏറ്റെടുത്തു. ഒറ്റ ദിവസം കൊണ്ട് തന്നെ ആ ഫ്ലോർ എങ്ങനെ ക്ലീൻ ചെയ്യുന്നത് അവർക്ക് കാണിച്ചു കൊടുത്തു.
അപ്പൊ ഇത്രയും അവരെല്ലാവരും കൂടി ക്ലീൻ ചെയ്ത ഫ്ലോർ ഞാൻ ക്ലീൻ ചെയ്യാന്നുള്ളത് ബിഗ് ബോസും പറഞ്ഞു, അവരുടെ നാട്ടുകാരെല്ലാവരും പറഞ്ഞു, എന്നോട് അവാർഡ് കിട്ടി. അത് നമ്മൾ ചെയ്യുന്നത് എപ്പോഴും നീറ്റായിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. ഒരു വലിയൊരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ ഞാൻ പറഞ്ഞില്ല. റോക്കി ബായ് ശരിക്കും പറഞ്ഞാൽ ആ ഒരു വ്യക്തിയാണ് ബിഗ് ബോസ് ഹൗസിൽ ഏറ്റവും വലിയ തരംഗം ഉണ്ടാക്കിയിരിക്കുന്ന ഒരു വ്യക്തി. കാരണം മറ്റൊരാളെ ഫൈറ്റ് ചെയ്ത് തോൽപ്പിക്കാനുള്ള ശ്രമം നടത്തിയത്, ഫേസിൽ ഒരു മർദ്ദനം കൊടുത്ത ഒരു സീനൊക്കെ വൈറലായിരുന്നു. തീർച്ചയായിട്ടും ആ ഒരു വ്യക്തിയെ മാത്രം ബിഗ് ബോസ് ഹൗസിൽ അവസാന ദിവസങ്ങളിൽ സ്വീകരിച്ചില്ല അല്ലെങ്കിൽ ക്ഷണിച്ചില്ല എന്ന് തന്നെ ഓപ്പൺ ആയിട്ട് ഞാൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് അങ്ങനെ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ അദ്ദേഹം പറഞ്ഞത്. റോക്കി ബായുടെ ഒരു കൈകൊണ്ടുള്ള ഒരു പ്രയോഗം, അതിനെ കുറിച്ച് എന്താണ് ചേട്ടൻ പറയാനുള്ളത്? റോക്കി അത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ രണ്ടുപേരും കുറ്റം പറയില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ സാഹചര്യം അറിവുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരു പ്രഷർ നമ്മൾ ആരായാലും ചെയ്തു പോകും, അല്ലെങ്കിൽ ആരായാലും അങ്ങനെ നടന്നു പോകും. ആ സിറ്റുവേഷൻ ഉള്ളത്, ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ അവർക്ക് രണ്ടുപേർക്കും പറ്റിയില്ല. അത് അവരുടെ കുഴപ്പമാണ് രണ്ടുപേരും. ആ ഒരു സീനിൽ നിന്ന് മനസ്സിലാക്കാം ക്ഷമയുടെ ആഴമില്ലാത്തവരെ ബിഗ് ബോസിൽ നിൽക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം. അത് ശരിയാ, 100% ക്ഷമ വേണമെന്നുള്ളത് ഉറപ്പാണ്. പക്ഷെ റോക്കി ബായുടെ കൈവിട്ട് പോയതാ. സത്യം പറഞ്ഞാൽ ആളും അത്യാവശ്യം ക്ഷമിക്കാൻ കഴിവുള്ള ഒരാളായിരുന്നു, പക്ഷെ കൈവിട്ട് പോയതാ. ആ ഒരു ക്വസ്റ്റ്യൻ വീണ്ടും ഞാൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് ഇത്രയും സീസണുകൾ ഉണ്ടായിട്ടും ബിഗ് ബോസ് ഹൗസിൽ ഇത്രയും സീസണുകൾ ഉണ്ടായിട്ടും അവസാന ദിവസം ക്ഷണിക്കാതിരുന്ന ഒരാൾ വരെ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇത് ശരിക്കും പറഞ്ഞ ചരിത്രമാണ്. സീസൺ 6 ഒരു വ്യക്തിയെ മാത്രം ക്ഷണിക്കാതിരുന്നത് റോക്കി ബായ് ആണ്. എന്തുകൊണ്ടാണ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ അദ്ദേഹം പറഞ്ഞത്. വലിയൊരു ക്വസ്റ്റ്യൻ ചോദിക്കാണ്ട്, റോക്കി എന്തുകൊണ്ട് അവസാന സീനിലേക്ക് വിളിച്ചില്ല, ക്ഷണിച്ചില്ല, എന്തുകൊണ്ടാണ് കാരണം? അതെന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല, അത് ചോദിക്കേണ്ടത് ഏകദേശം അല്ല. ഞാൻ അവരോട് അതെന്താ കാരണം വെച്ചാൽ ഞാൻ ചോദിച്ചിട്ടില്ല. ഞാൻ റോക്കിയോട് സംസാരിച്ചിട്ടില്ല ഈ കാര്യം, ഏഷ്യനോട് സംസാരിച്ചിട്ടില്ല. നാട്ടുകാർ എന്നോട് ചോദിക്കാറുണ്ട്, പക്ഷെ ഞാൻ പറയും എനിക്കറിയില്ല. കാരണം അത് അവര് തീരുമാനിക്കുന്ന കാര്യമാണ്, അവരല്ലേ തീരുമാനിക്കുന്നത്. നമ്മള് റോക്കി അതിനെന്താ വിളിച്ചില്ല എന്ന് ഞാൻ ചോദിക്കാനുള്ള ആളല്ല ഞാൻ. ഇതുവരെ ഒരു സീനിൽ പോലും ഒരാളെ ഒഴിവാക്കിയുള്ള ഒരു സീസൺ പോലും ഉണ്ടായിട്ടില്ല. അതിൽ ഒത്തിരി വ്യത്യസ്തതകൾ കാണിച്ചു, അതുകൊണ്ടാണ് ആ ഒരു ക്വസ്റ്റ്യൻ വരുന്നത്. അതെനിക്കറിയില്ല. കാരണം റോക്കി ബായ് അങ്ങനെ ചെയ്തുകൊണ്ടായിരിക്കാം, ഫൈറ്റിങ്ങിന്റെ ഒരു ആയിരിക്കാം. കാരണം എനിക്കറിയില്ല എന്താ ഉണ്ടാകുന്നുള്ളത്. റോക്കി ശരിക്കും പറഞ്ഞാൽ ചൂടാവുന്നുള്ളൂ. ഞാനായിട്ട് നല്ല ക്ലോസ് ആയിട്ടുള്ള, എന്റെ മനസ്സിൽ ഒരു ക്ലോസ് ആയിട്ടുള്ള വ്യക്തിയാണ്. കാരണം ഞാൻ അവിടെ ഉണ്ടായിരിക്കുന്ന കാലം എനിക്ക് നല്ലൊരു മനസ്സിൽ ഒരു സ്ഥാനമുണ്ട് റോക്കിക്ക്. അത് ഇന്നുണ്ടോ? തീർച്ചയായിട്ടും ജിൻഡോ അതിനുള്ള ഒരു ഉത്തരം തന്നത് അദ്ദേഹത്തിന്റെ ഏറ്റവും വേണ്ടപ്പെട്ട സുഹൃത്താണെന്നും അദ്ദേഹത്തെ അതെന്തുകൊണ്ടാണ് എന്നുള്ള കാര്യം എനിക്ക് അറിയില്ലെന്നും അത് ഏഷ്യാനെറ്റിനോടാണ് ചോദിക്കേണ്ടതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം ഒത്തിരി സുഹൃത്തുക്കൾ ഈ ഒരു ക്വസ്റ്റ്യൻ അദ്ദേഹം ഈ ഒരു ബിഗ് ബോസ് ഫസ്റ്റ് അടിച്ചതിന് ശേഷം ഒത്തിരി സുഹൃത്തുക്കൾ ചോദിച്ചിട്ടുണ്ട്, പക്ഷെ അതിനുള്ള ഉത്തരം ഇദ്ദേഹത്തിന് കൊടുക്കാൻ സാധിച്ചില്ല. കാരണം അതിന് ഉത്തരം നൽകേണ്ട ഏഷ്യാനെറ്റ് ആണെന്നുള്ള കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. ശരിക്കും ഏറ്റവും കൂടുതൽ ക്ഷമ ഞങ്ങൾ ഈ ബിഗ് ബോസിൽ കാണാൻ സാധിച്ചത് ജിൻഡോ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയിൽ നിന്നാണ്. അത് ഞാൻ പറഞ്ഞ ഒരു കുടുംബത്തില് നമ്മള് എന്നെ ജനങ്ങളെ ഏറ്റെടുക്കാൻ കാരണം എന്താ, എന്നെ പോലെ ഉള്ള ആൾക്കാർ നിങ്ങളുടെ ഓരോ കുടുംബങ്ങളിലും ഉണ്ട്. മനസ്സിലാക്കുക. ചിലപ്പോൾ അപ്പനായിട്ടായിരിക്കും, ചിലപ്പോൾ ആങ്ങളായിട്ടായിരിക്കും, അല്ലെങ്കിൽ ഭർത്താവായിട്ടായിരിക്കും. അങ്ങനെ 100% നിങ്ങളിൽ ഒരാളാണ് ഞാൻ. ആ ഒരു ലെവലിൽ നിങ്ങൾക്ക് മനസ്സിൽ കിട്ടിയോണ്ടാണ് അവർ ഏറ്റെടുക്കുന്നത്. അല്ലാതെ നമ്മൾ എന്ത് കളിച്ചിട്ടും കാര്യമില്ല. കാരണം ഞാൻ ചീത്ത വിളിക്കുന്നത്, തൊഴിൽ വെക്കുന്നുണ്ട്, നോണ പറയുന്നത്, ഒക്കെ പറയുന്നുണ്ട്. ഇതെല്ലാം നിങ്ങളുടെ കുടുംബത്തിലും ഉള്ള ആൾക്കാർ ഓരോരുത്തരും ഉണ്ട്. മീൻസ് ഇങ്ങനെ അങ്ങനെയുള്ള ഒരു അപ്പനായാലോ അമ്മയായാലോ ചേട്ടനായാലോ അത് റിയൽ ക്യാരക്ടറാണത്. കാരണം നമ്മുടെ സ്വന്തം നിലനിൽപ്പിനെ ബാധിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ പല കാര്യങ്ങളും നമ്മൾ പറയും. അത് നമ്മുടെ ലൈഫ് സ്റ്റൈലാണ്. ശരിക്കും വ്യത്യസ്തകൾ എന്ന് പറഞ്ഞാൽ സ്വഭാവങ്ങളെ സ്വീകരിക്കാനുള്ള ഒരു കഴിവ് ജിൻഡോ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിക്ക് ഉണ്ട് എന്ന കാര്യം ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ച ബിഗ് ബോസിലൂടെയാണ്. ജിൻഡോ ഒത്തിരി ക്ഷമിച്ചു. അപ്പൊ ഞാനൊരു ക്വസ്റ്റ്യനോട് ചോദിച്ചു, ഇനി അടുത്ത സീസണിലേക്ക് വരുന്നവർക്ക് കൊടുക്കാനുള്ള ക്ലാസ് എന്താണ്? അപ്പൊ അദ്ദേഹം പറഞ്ഞത് ഇനി അടുത്ത സീസണിൽ വരുന്നവർക്ക് എന്താണ് കൊടുക്കുക, ഒരു മെസ്സേജ് നൽകാനുള്ളതാണ്. അടുത്ത സീസണിൽ വരുന്ന എല്ലാവരും എൻ്റെ അടുത്ത് ട്യൂഷൻ വരാൻ അവർക്ക് നല്ലൊരു ക്ലാസ്സിൽ തുടങ്ങായിരിക്കും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാം എന്താണ്. അപ്പൊ അവിടേക്ക് പോകുന്നതിന് മുമ്പ് ഇതുപോലെ ഞാനിപ്പോ ഈ പറഞ്ഞ പോലെ വേറൊരു ഭിന്നത ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവില്ല. ഞാൻ പറഞ്ഞ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ചെയ്യേണ്ടതായ കുറെ കാര്യങ്ങളുണ്ട്. ശരിക്കും അത് കീപ്പ് ചെയ്ത് പോകാൻ പറ്റണോ ആരാണോ അവർക്ക് വിൻ ചെയ്യാൻ പറ്റും. അത് കീപ്പ് ചെയ്ത് പോകാൻ പറ്റുമെങ്കിൽ അവർ വിന്നറാണ്. അപ്പൊ 100% ബിസിനസ് പോകുന്ന ആൾക്കാർ എൻ്റെ അടുത്ത് വരാം. ഞാനത് നിങ്ങൾക്ക് അത്രയും നല്ലൊരു മോട്ടിവേഷനുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ലൈഫിൽ നിങ്ങളുടെ അച്ചീവ്മെന്റ് ആയിരിക്കും. ഈ ഒരു ബിഗ് ബോസ് സീസൺ കഴിഞ്ഞതിന് ശേഷം ഒത്തിരി കണ്ടസ്റ്റൻസ് ഈ ഫുഡിന്റെ ക്വാണ്ടിറ്റിയെ കുറിച്ച് വിവരിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ക്വസ്റ്റ്യൻ ഞാൻ വിട്ടില്ല. തീർച്ചയായിട്ടും ആ ഒരു ക്വസ്റ്റ്യൻ കൂടി ജിൻഡോനോട് ചോദിച്ചു. ഒരു ഫുഡിന്റെ ക്വാണ്ടിറ്റി അത് കുറവ് എന്നുള്ളത് ശരിയായിരുന്നു ബിഗ് ബോസിനകത്ത്. 100% അതാണ്. കാരണം ഞാൻ വിശന്നിട്ട് മറ്റേ ചപ്പാത്തി വരെ പൊക്കലോട് കഴിച്ചിട്ടുണ്ട്.
അപ്പൊ ആ അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് നല്ല നല്ല നേരം ഫുഡ് കഴിച്ചിട്ട് പോണ ആള്. ഈ ഒരു ബിഗ് ബോസിൽ പ്രൈസ് അടിച്ചതിന് ശേഷം, ഫസ്റ്റ് പ്രൈസ് അടിച്ചതിന് ശേഷം ഈ ജിൻഡോയുടെ ഫാമിലി ആയിട്ടുള്ള ഒരു അഭിമുഖത്തിൽ കേൾക്കേണ്ടായി. ഈ പറയുന്ന 5-10 തവണ ആയിട്ട് ഫുഡ് കഴിക്കും എന്നുള്ള കാര്യം ജിൻഡോ തന്നെയാണ് ഓപ്പൺ ചെയ്ത് പറഞ്ഞത്. ആ ഒരു ചോദ്യം കൂടി ഞാൻ ചോദിച്ചു. ഇവിടെ 8 നേരം 10 നേരം ഫുഡ് കഴിക്കുന്ന ആള് അവിടെ ചെല്ലുമ്പോൾ 3 നേരം ഫുഡ് കിട്ടിയില്ല അവസ്ഥയായിരുന്നു. പക്ഷെ നമ്മള് ഫുഡ് ഉണ്ടാവും, പക്ഷെ നമ്മുടെ ഇങ്ങനെ ഫാൾട്ടല്ല. കാരണം നമ്മള് ചിലപ്പോൾ പല സ്ഥലത്തായിരിക്കും, നമ്മൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് കഴിക്കില്ല, അപ്പൊ വേറെ എടുത്ത് കഴിക്കും. സെയിം തന്നെ അവരെ ഭക്ഷണം ഞങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ സംഭവിക്കുന്ന കാര്യങ്ങളാണ് അവിടെ. ഒരു ബിഗ് ബോസ് സീസൺ 6 പ്രൈസ് അടിച്ച പിന്നെ ഒത്തിരി സിനിമകളിലേക്ക് അവസരം വന്നിട്ടുണ്ടായിരുന്ന കാര്യം നമ്മൾ മീഡിയ വഴി അറിഞ്ഞതാണ്. തീർച്ചയായിട്ടും ആ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു. തമിഴ് സിനിമ ഇൻഡസ്ട്രിയിലേക്ക് ഒരു വമ്പൻ അവസരം ജിൻഡോനെ തേടി വന്നിട്ടുണ്ടായിരുന്നാണ് നമ്മൾ അറിഞ്ഞത്. അത് ഓപ്പണായിട്ട് ചോദിക്കുകയും ചെയ്തു, അതിനുള്ള ഉത്തരം നൽകുകയും ചെയ്തു. തമിഴിലേക്ക് ഒരു അവസരം ലഭിച്ചു എന്ന് പറയുന്നത് ശരിയാണ്. വന്നിട്ടുണ്ട്. കാരണം അത്യാവശ്യം നല്ല റോളാണ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്നത്. കാരണം അത് പണ്ടൊക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല. പിന്നെയും നമ്മള് അത്യാവശ്യം ആൾക്കാരൊക്കെ അറിയുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് നല്ല ചാൻസ് കിട്ടുന്നതാണ്. എല്ലാവരോടും പറഞ്ഞ് എനിക്ക് നല്ല ചാൻസ് തരാനാണ്. കാരണം എന്റെ ഒരു ആഗ്രഹം അതാണ്. ജിൻഡോന്റെ ഇപ്പോഴത്തെ പുതിയൊരു ന്യൂസ് എന്ന് പറയുന്നത് ഒരു പുതിയ ഫിറ്റ്നസ് സെന്റർ, അതും ഇതിലാണ് എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ അറിഞ്ഞത്. അതോടൊപ്പം തന്നെ ഒരു പുതിയൊരു ഫിറ്റ്നസ് സെന്റർ തുടങ്ങുന്നതിനെ കുറിച്ച് അറിഞ്ഞായിരുന്നു. അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? അതിപ്പോ ദുബായിൽ നിന്ന് ഒരുപാട് ഓഫർ വരുന്നുണ്ട്. അപ്പൊ അവര് തന്നെ സ്ഥലം അവിടെ റെഡി ആക്കിയിട്ട് എന്നോട് കഴിഞ്ഞ പോയി കാണാൻ പറഞ്ഞിട്ട് എനിക്ക് പറ്റിയില്ല. ഞാൻ അവിടെ ചെന്നപ്പോൾ പ്രോഗ്രാംസ് ഒരുപാടാകും. അപ്പൊ ഇനി അടുത്ത വരവിന് ചിലപ്പോൾ ഉടനെ പോകാൻ ചാൻസ് ഉണ്ട് ഞാൻ. അപ്പൊ അടുത്ത വരവിന് പോയി എങ്ങനെയാന്ന് നോക്കിയിട്ട് കാര്യങ്ങൾ ചെയ്യും. ഒറ്റയ്ക്ക് ചെയ്യില്ല, കാരണം എനിക്ക് ഇവിടെ പിന്നെ സെന്റർ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ചിലപ്പോൾ ചെയ്യും, ചിലപ്പോൾ ചെയ്യില്ല. അത് മനസ്സിലെടുത്തിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ ഈ ധനുഷിന് റായൻ എന്ന് പറയുന്ന ആ ഒരു ചിത്രം കണ്ട് ഇറങ്ങിയതിനു ശേഷം ഓരോ മീഡിയക്കാരോടും ജിൻഡോ പറഞ്ഞിരിക്കുന്നത് കല്യാണം, വിവാഹ എന്നുള്ള ഒരു കാര്യമാണ്. ഞാൻ ചോദിച്ചു, ആ വിവാഹമായ ആ ഒരു പെൺകുട്ടിയുമായിട്ടുള്ള ഒരു പ്രണയം എത്ര വർഷമായിട്ടുണ്ടായിരുന്നുള്ളൊരു ഒറ്റ ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ അതിനുള്ള ഒരു മറുപടി. ചിത്രത്തിന്റെ എല്ലാ റിവ്യൂവിനും വിവാഹത്തെ കുറിച്ച് പറഞ്ഞിരുന്നു. ശരിക്കും എത്ര വർഷത്തെ പ്രണയമാണ് ഈ ഒരു വിവാഹം? പറയാം, അത് പിന്നീട് പറയാം. അത് 3 വർഷം കഴിഞ്ഞിട്ടുള്ള ഇതാണ്. സെപ്റ്റംബറിലുണ്ടാവും. നമുക്ക് കാണാം. പോട്ടെ, കാരണം വേർത്ത് ഒളിച്ചു കൊടുക്കും. അതുകൊണ്ടാണ് ഭയങ്കര വിശപ്പാണ്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സത്യത്തിലൊരു കാര്യം പറയണമെന്നുണ്ടെങ്കിൽ തിയേറ്ററിൽ ജിൻഡോ ഇറങ്ങിയപ്പോൾ മുതൽ മീഡിയക്കാർ വിടാത്ത രീതിയിൽ കണ്ടിന്യൂസ് ആയിട്ട് ചോദ്യങ്ങൾ ഇങ്ങനെ വരിയായി ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം ഒത്തിരി ക്ഷീണിതനായിട്ടുണ്ടായിരുന്നു. കാരണം അദ്ദേഹം അപ്പൊ തന്നെ തുറന്നു പറഞ്ഞു എനിക്ക് വിശക്കുന്നുണ്ടെന്നുള്ള കാര്യം. അതൊക്കെ കേട്ടപ്പോൾ നമ്മൾ വിട്ടളഞ്ഞു, മതി നിർത്തിക്കുമെന്ന് പറഞ്ഞു. അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു ജിൻഡോന്റെ വിശേഷങ്ങൾ കണ്ടറിഞ്ഞവർ കമന്റ് ബോക്സിൽ വരിക. ഐ ആം വെയിറ്റിംഗ്.